ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ മാങ്ങ നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട, ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളി കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് 2 പച്ചമുളക് ഇതിൽ കീറിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മാങ്ങ ഒരു 2 ദിവസം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അച്ചാറിടേണ്ടത്. അപ്പോൾ വെയിലത്ത് വെക്കൊന്നും വേണ്ട, ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അച്ചാറിടാൻ നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ കടുകും അതുപോലെ ഉലുവയും വറുത്തെടുക്കുക. അപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ കൂടണ്ട കേട്ടോ, ഉലുവ കൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കയ്പ്പ് രുചി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 ദിവസം മാങ്ങ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നമ്മളൊന്ന് കുടഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും. അതുപോലെ അടിയിലത്തെ മാത്രമായി നിൽക്കുമ്പോൾ അത് ഒരു നല്ലൊരു ചീഞ്ഞ പോലെ ആവും. അപ്പോൾ അതില്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ചട്ടി വെക്കാം. അപ്പോൾ സെയിം ചട്ടി തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ചധികം ഒരു 1/2 കപ്പ്, ഒരു 3/4 കപ്പോളം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളെണ്ണ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ എണ്ണയാണ് ഇട്ടത് ഇതിനൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, പച്ചമുളകൊക്കെ ഇട്ട കാരണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു നല്ലെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ അച്ചാറിക്ക് വേണ്ടത് നല്ല എണ്ണയാണ്. എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് പൂക്കുകയും ചെയ്യും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ഒപ്പമായിട്ട് നന്നായിട്ട് എണ്ണ കിടക്കണം. അപ്പോൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പൂക്കില്ല. അതുപോലെ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മാങ്ങ ഉപ്പിലിട്ട കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വെള്ളമൊന്നും പെടാതെ നമ്മൾ മാങ്ങ മാത്രം ഊറ്റിയെടുത്ത് ഇടുക കേട്ടോ. വെള്ളം പെട്ട് കഴിഞ്ഞാൽ കൈമക്കൊക്കെ പൊട്ടിത്തെറിക്കും. പിന്നെ എന്നിട്ട് മാങ്ങ മാത്രം ഊറ്റിയെടുത്ത് ഇടുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കടുകും വേപ്പിലയും എല്ലാം നമ്മുടെ ഈ മാങ്ങയിലേക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ അച്ചാറിത്തെ എണ്ണയൊക്കെ കണ്ടാൽ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എണ്ണ നിൽക്കണം കേട്ടോ, കുറേ എണ്ണ വേണം, എന്നാൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് പൂക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതുപോലെ ഉലുവ, കടുക് ഒക്കെ പൊടിച്ചതുണ്ടല്ലോ, അത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു മാങ്ങാച്ചാർ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മാങ്ങ നമുക്ക് അച്ചാറിട്ട് അന്ന് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അന്ന് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതുപോലെ കുറച്ച് സുർക്ക കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം സുർക്ക ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതേപോലെ വേണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്